ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഇല അട റെഡിയാക്കി എടുക്കുന്നതിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അളവിലുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടി ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാവേ. ഒന്ന് പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി നമുക്കൊരു ഇല നല്ലതുപോലെ ഒന്ന് വാഴയില കഴുകി വൃത്തിയാക്കി എടുക്കാം. ആ ഒരു ഇലയിലേക്ക് നമുക്ക് കുറച്ച് മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ആ ഒരു അട പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു അടയൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് നമ്മൾ പരത്തിയ അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത ഒരു വെള്ളം ഒന്ന് ഉണങ്ങണ ഒരു സമയത്ത് ആ ഒരു ഇല അതിൽ നിന്ന് ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ 2 ഭാഗത്തുണ്ടായിരുന്ന ഒരു ഇലയൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടെ. അപ്പോൾ ഒരു അട നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു എണ്ണയും കൂടി ഒന്ന് ഇതേപോലെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് മുഴുവനായിട്ടും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ അടയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇലയിൽ പരത്തി ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന ആ ഒരു മുഴുവനും മാവും ഇലയിൽ പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഇലയടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.